നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നതാ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ കോട്ടൻ്റെ ഒരു പീസ് തുണി റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തുണി കനം കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റിച്ചിങ്ങിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പേപ്പർ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 30 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 18 ഇഞ്ചിലുമാണ്. ഇനി ഈ തുണി നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കണം. നമ്മളിവിടെ മടക്കിയിട്ടുണ്ട്. അതിനുശേഷം രണ്ട് അറ്റത്തും ഇതുപോലെ പിടിച്ചിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിതാ തുണിയുടെ രണ്ട് സൈഡിലും സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി തുണി നിവർത്തി വെച്ചിട്ട് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഉള്ളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇതുപോലെ രണ്ട് സൈഡിലേക്കും 2.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇനി അടുത്തൊരു ഭാഗത്ത് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് അവിടെയും സെയിം രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിന് വേണ്ട ഹാൻഡിലാണ് എടുത്തിട്ടുള്ളത്. ഹാൻഡിൽ നമ്മൾ തുണി കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ്. ഇതിൻ്റെ നീളം 26 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 1 ഇഞ്ചിലുമാണ്. ഇനി ഇതിൽ നിന്ന് ഒരു ഹാൻഡിൽ നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു ഹാൻഡിൽ എടുത്തിട്ട് ഇതിൻ്റെ ഒരറ്റം ഇതുപോലെ ഒന്ന് മടക്കാം. മടക്കിയിട്ടുള്ള ഭാഗം നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്കായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക. ഹാൻഡിലിൻ്റെ അടുത്തൊരറ്റം മടക്കിയിട്ട് അടുത്ത സൈഡിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും വെച്ചു കൊടുക്കുക. ഇനി മാർക്ക് ചെയ്യുന്ന പോലെ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഹാൻഡിൽ ഇതുപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. സെയിം രീതിയിൽ തന്നെ അടുത്ത സൈഡിലും മാർക്ക് ചെയ്ത് അവിടെ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി തുണി നമുക്ക് നിവർത്തി വെച്ചിട്ട് ഹാൻഡിലിൻ്റെ ഭാഗത ഉള്ളിലേക്കായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് മെയിൻ തുണിയുടെ അതേ അളവിൽ തന്നെ ലൈനിങ് തുണി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ കോട്ടൺ തുണിയാണ് കേട്ടോ. അത് മോൾ ഭാഗത്തൂടെയായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് സൈഡിലും ഹാൻഡിൽ വെച്ചിട്ടുള്ള അരികു ഭാഗത്തൂടെയായിട്ട് മാർക്ക് ചെയ്യുന്നത് പോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തൂടെ ആയിട്ട് ഇത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം, നല്ല ഭാഗത്തേക്കായിട്ട്. ഇനി ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള രണ്ട് അരികു ഭാഗം മോൾ ഭാഗത്തൂടെ ആയിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും. അതുകൂടാതെ ബാക്കിയുള്ള രണ്ട് അരികു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. ഇനി തുണി നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കാം. ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി താഴത്തെ ഒരു ഭാഗത്തു നിന്ന് ഉള്ളിലേക്കായിട്ട് 2 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഒരു ലൈന് വരച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തുണിയുടെ അടുത്തൊരു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ തിരിച്ച് വയ്ക്കുക. അവിടെയും നമുക്ക് താഴെ നിന്ന് ഉള്ളിലേക്കായിട്ട് 2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് അവിടെയും നമുക്ക് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഇതുപോലെ കയ്യിലേക്ക് പിടിച്ചിട്ട് ആ ഒരു ലൈനിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ഭാഗത്തും നമ്മൾ ലൈൻ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗം ഇതാ കറക്റ്റായിട്ട് പിടിക്കുക. അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണുള്ളത് കേട്ടോ. ഇനി ആ രണ്ട് ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി താഴത്തെ രണ്ട് അരികു ഭാഗത്തുമായിട്ട് നമ്മളിതാ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലെ ഭാഗങ്ങളും ചേർത്ത് വയ്ക്കുക. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്നത് പോലെ രണ്ട് അരികു ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല ഭാഗം പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലെ ആ ഒരു ഭാഗം ഇതാ ഇങ്ങനെ പിടിക്കുക. ആ കോർണർ ഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു ലൈന് കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചു കൊടുക്കുക. താഴത്തെ ഭാഗത്തും സെയിം രീതിയിൽ തന്നെ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് രണ്ട് സൈഡ് ഭാഗങ്ങളും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗങ്ങളും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് വരുമ്പോഴാണ് ഈ ഒരു ബാഗിൻ്റെ ആ ഒരു ഷേപ്പ് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഷോപ്പിംഗ് ബാഗാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ. ഇതിൽ പ്രത്യേകിച്ചായിട്ടൊരു കട്ടിങ് ഒന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ബാഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക.
അതുപോലെ നിങ്ങളുടെ 1-2 ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു ഹാർട്ടെങ്കിലും തന്ന് അറിയിക്കുക. നമ്മുടെ ഈ വീഡിയോസിന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.